അപ്പോൾ നമ്മൾ സിംഗിൾ സോളിഡ്സും ഫ്രസ്റ്റവും ചിലപ്പോൾ ഫ്രസ്റ്റവും നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ സാധാരണ സിംഗിൾ സോളിഡ്സിൻ്റെയൊക്കെ എന്താണ് ഐസോമെട്രിക് വ്യൂ നമുക്ക് എങ്ങനെ വരയ്ക്കും, വേറൊരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷനാണ്. ഈ ഐസോമെട്രിക് വ്യൂ നമ്മൾ കാണാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 3D പോലെ തോന്നുന്നെങ്കിലും ഇത് ആക്ച്വലി ഒരു 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ ആണെന്ന് എപ്പോഴും ആലോചിക്കുക. ചിലപ്പോൾ ഗേറ്റിലൊക്കെ ചോദിക്കലുണ്ട്, ചില കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കലുണ്ട്, അതൊരു 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ ആണോ 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ ആണോ അങ്ങനെയെന്നുള്ളത്. ഇറ്റ്സ് എ 2D പ്രൊജക്ഷൻ, അതായത് ഒരു 2D പ്ലെയിനിലാണ് നമ്മളത് വരയ്ക്കുന്നത്. 2D കൈൻഡ് ഓഫ് പ്രൊജക്ഷൻ തന്നെയാണ് അത്, ഒരു 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ അല്ല ഒരിക്കലും ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചിരിക്കുന്ന സാധനം. അപ്പോൾ നമുക്കിവിടുന്ന് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സോൾഡിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സോൾഡ് വെച്ചാൽ എങ്ങനെ നമ്മൾ പ്രശ്നം എങ്ങനെ ആ മണ്ടയ്ക്ക് എങ്ങനെ നമ്മൾ ഐസോമെട്രിക് വ്യൂ ആയിട്ട് പ്ലേസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. ഓർത്തോഗ്രാഫിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ വീണ്ടും എന്താണ് ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഐസോമെട്രിക് വ്യൂ തന്നെയാണ് ഇവിടെയും പരീക്ഷിക്കാൻ പോകുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്ക് വഴിയെ കാണാം, എങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ചെയ്യുന്നതുള്ളൂ. സ്കെയിലുണ്ടാകുന്ന ഡിഫറൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വരുന്ന പോർഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആദ്യം വായിച്ച് നോക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഹെക്സഗണൽ പിരമിഡ് ഓഫ് ബേസ് എത്രയാണ് 25 ആൻഡ് ഹൈറ്റ് 40. ഇപ്പോൾ എക്സേണൽ പിരമിഡ് ഉണ്ട്, ഒരു ബേസ് 25ഉം ഹൈറ്റ് 40. ഈ സർമൗണ്ടഡ് സെൻട്രലി ഓവർ എ ക്യൂബ് ഓഫ് 50 mm സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ക്യൂബിൻ്റെ 50 mm സൈഡുള്ള ഒരു ക്യൂബിൻ്റെ, അപ്പോൾ നമ്മൾ റഫായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാമല്ലോ, മണ്ടയ്ക്ക് ഹെക്സഗണൽ പിരമിഡ് ഇരിക്കുന്നു എന്നാണ്. അത് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് കൊണ്ട് വെക്കണം, നമ്മുടെ എക്സഗണൽ പിരമിഡ് കൊണ്ട് വെക്കണം. അപ്പോൾ ഇത് താഴെ ക്യൂബ് ഇരിക്കും. ക്യൂബ് അറിയാം, നമുക്ക് സ്ക്വയർ പ്രിസമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്തങ്ങ് വരച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ സ്ക്വയറിൻ്റെ സൈഡും ബേസിലെ സ്ക്വയറിൻ്റെ സൈഡ് ആ ബേസ് എഡ്ജും അതിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ക്യൂബ് ഈസ് ഹാവിങ് സൈഡ് എത്രയാണ് 50 mm എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും അതിൻ്റെ ബേസിൻ്റെ സൈസ്, അതിൻ്റെ ഹൈറ്റും എത്ര തന്നെയായിരിക്കും 50 ആണ്. അപ്പോൾ സ്ക്വയർ പ്രിസം തന്നെയാണത്, സ്ക്വയർ പ്രിസം വിച്ച് ഈസ് ഹാവിങ് 50 ബേസ് സൈഡ് ആൻഡ് 50 mm ഹൈറ്റ്, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജസും 50 എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ക്യൂബ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് എന്തിരിക്കുന്നു എന്നുള്ള ഹെക്സഗണൽ പിരമിഡ്. അപ്പം ഇറ്റ് ഈസ് സർമൗണ്ടഡ് സെൻട്രലി ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ നമ്മളെ സർമൗണ്ടഡ് ബൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഹെക്സഗണൽ പിരമിഡ് ഈ സർമൗണ്ടഡ് ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബ് മണ്ടയിലും പിരമിഡ് താഴെ എന്നാണ്. ഇറ്റ് ഈസ് സർമൗണ്ടഡ് ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യൂബ് എന്തിൻ്റെ മണ്ടയ്ക്ക്, നമ്മുടെ ക്യൂബിൻ്റെ ഓവർ എ ക്യൂബ് എന്നല്ലേ, അപ്പോൾ ക്യൂബിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു മീനിങ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ മുകളിലിരിക്കുന്ന ഏത് താഴെ ഇരിക്കുന്ന ഏതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ക്യൂബ് ഈസ് ലൈയിങ് ഓൺ എന്താണ് HP. The cube is lying on HP and on of its square faces so that the base edge of the cube and one edge of the pyramid are parallel. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് നമ്മുടെ ക്യൂബ് ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചേക്കുക, ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും, ആ ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യൂബ് ഈസ് ലൈയിങ് ഓൺ HP ഇറ്റ്സ് ഓൺ ഓഫ് ഇറ്റ് സ്ക്വയർ ഫേസസ് സോ ദാറ്റ് ഓൺ എഡ്ജ് ഓഫ് ദ ക്യൂബ്, ഒരു ക്യൂബിൻ്റെ ഒരു എഡ്ജ് ആണ്, ഇതൊരു എഡ്ജാണ്, ആൻഡ് ഓൺ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്, പിരമിഡിൻ്റെ ബേസ് എഡ്ജ് ഹെക്സാഗൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും അല്ലേ പിരമിഡിൻ്റെ ബേസ് എഡ്ജ്. നമുക്ക് ഇത് ചിലപ്പോൾ പുറത്ത് വരാത്ത അത് എന്ത് സൈസിനനുസരിച്ച് ഈ ഹെക്സാഗണിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ ഹെക്സാഗൺ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനം, one edge of the base edge of the pyramid are parallel to VP. അതെന്താണ് VPക്ക് പാരലൽ എന്നാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ പാരലൽ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് പാരലൽ ടു VP. അപ്പോൾ എക്സോ ലൈൻ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു ബേസ് എഡ്ജ് ഇവിടെ പാരലാണ്. എന്തിന് പാരലാണ്, നമ്മുടെ എക്സോ ലൈനിൻ്റെ പാരലാണ്. എന്തിൻ്റെ ബേസ് എഡ്ജ്, നമ്മുടെ ക്യൂബിൻ്റെ. അതേപോലെ നമ്മൾ എന്തും പറഞ്ഞിട്ടുണ്ട്, ക്യൂബിൻ്റെ ബേസ് എഡ്ജ് പാരലൽ ടു VP ആണ് ആൻഡ് വൺ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡിൻ്റെ ബേസ് എഡ്ജും പാരലൽ ടു VP ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് എക്സ് ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ക്യൂബ് ബേസ് എഡ്ജ് പാരലാണെങ്കിൽ നമ്മളിങ്ങനെയല്ലേ വരയ്ക്കുന്നത്. ഇനി പിരമിഡിൻ്റെ സൈസ് ഇതെന്താ ഹെക്സഗൺ ആണ്. അപ്പോൾ ഹെക്സഗണിൻ്റെ ബേസ് എഡ്ജ് പാരലൽ ടു VP ആണെങ്കിൽ ഒരു ബേസ് എഡ്ജ് എന്താക്കി എക്സ് ലൈനിന് എന്താക്കി വരയ്ക്കണം, പാരലാക്കി വരയ്ക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായി കിട്ടത്തുള്ളൂ, നമുക്ക് കറക്റ്റായി കിട്ടത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാലോചിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സാധനം. ആദ്യം താഴെ എന്തിരിക്കുന്നു, മേളിൽ എന്തിരിക്കുന്നു. അപ്പോൾ താഴെ എന്തിരിക്കുന്നു, ക്യൂബ് ഇരിക്കുന്നു, മേളിൽ എന്തിരിക്കുന്നു, പിരമിഡ് ഇരിക്കുന്നു. ഇനി എങ്ങനെ ഇരിക്കുന്നു എന്ന് ചില ക്വസ്റ്റ്യൻസിൽ പറയാം, ചില ക്വസ്റ്റ്യൻസിൽ പറയാതിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് VPക്ക് പാരലായിട്ട് വേണം നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട്, ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതൊരു മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ.
പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ എന്താണ്, ഒരു സ്ക്വയർ കാണാൻ പറ്റും നമ്മുടെ ക്യൂബിൻ്റെ. പിന്നെ ഹെക്സഗണും നമുക്ക് എന്തായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ക്വയർ വരച്ചതിന് ശേഷം എക്സഗൺ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്ക്വയർ വരച്ചതിന് ശേഷം എക്സഗൺ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ്. ഇത് രണ്ടേ സെൻറ്റർ ഒന്നാവണം. അപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഒരു ലോജിക്ക് എൻ്റെ മനസ്സിലുണ്ട്. എക്സോ ലൈനിന് താഴെ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഏറ്റവും അടിയിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ എന്താണ്, ക്യൂബാണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പിരമിഡിൻ്റെ പ്ലാനാണ് ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പിരമിഡിൻ്റെ പ്ലാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്തിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പറ്റും, സ്ക്വയറിൻ്റെ പിന്നെ നമ്മുടെ ഈ ക്യൂബിൻ്റെ പ്ലാൻ സ്ക്വയർ വരയ്ക്കാൻ, അതിൻ്റെ സെൻറ്ററാക്കി വരയ്ക്കാൻ എളുപ്പമാണ്. കാര്യം ആദ്യം ഹെക്സഗണിൻ്റെ സെൻറ്റർ എനിക്ക് കിട്ടുമല്ലോ. ആ സെൻറ്റർ വെച്ചുകൊണ്ട് ഞാൻ എന്ത് പിടിച്ചാൽ മതി, ഇവിടെ നിന്ന് സെൻറ്റർ ലൈൻ വരച്ച് നമുക്ക് എന്ത് പിടിച്ചാൽ മതി, ഈ ലെന്തുകൾ പിടിച്ചാൽ ഈ സ്ക്വയറിൻ്റെ പകുതി അങ്ങോട്ട്, സ്ക്വയറിൻ്റെ പകുതി മുകളിലോട്ട്, സ്ക്വയറിൻ്റെ പകുതി ലെഫ്റ്റിലോട്ട്, സ്ക്വയറിൻ്റെ പകുതി റൈറ്റിലോട്ട്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ സൈസ് നമുക്ക് എത്രയാണെന്നറിയാം. ക്യൂബ് ഹെക്സാഗൺ പിരമിഡിൻ്റെ സൈസ് എത്ര, ഹെക്സാഗൺ ക്യൂബിൻ്റെ സൈസ് എത്രയാണ്, 50 mm ആണ്. അപ്പോൾ ഇത് 50 എല്ലാം 50 ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് പ്രോസസ്സിങ്, ഈ ഒരു സാധനം നിങ്ങൾ റഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ വരച്ച് നോക്കിയാൽ ഇതിലേക്ക് എത്താവും. ആദ്യമേ എടുത്ത് വെച്ച് ആ എക്സാണ് ഇത് വരച്ച് പിന്നെ അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാലേക്ക് ആദ്യമേ ഒന്ന് റഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ വരച്ച് നോക്കുക. ഏറ്റവും പിറകിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന പേപ്പറിൻ്റെ ഏറ്റവും പിറകു വശത്ത് എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് കൺവിൻസ്ഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് വരയ്ക്കാവൂ. അപ്പോൾ ഫസ്റ്റ് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ആദ്യമേ സ്ക്വയർ വരച്ചിട്ട് പിന്നെ എക്സാണ് വരയ്ക്കാം നമുക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സാണ് അപ്പുറത്തോട്ട് വരച്ച് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ വല്ല ലോജിക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് ആ എക്സാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, അങ്ങനെ വല്ല. അല്ലെങ്കിൽ എക്സാണ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സൈഡ് സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നറിയാം. അതായത് ഒരു സൈഡ് ഇപ്പോൾ ഈ സൈഡാണെങ്കിൽ ആ സൈഡ് തന്നെയായിരിക്കും ഈ എക്സാണിൻ്റെ ഈ സൈഡും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്യുന്ന പാരലായിട്ട് ഒരു ലൈൻ, ഇതിപ്പോൾ 50 ആണ്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വരുന്നത് എത്രയാണ്, 25. അപ്പോൾ 25 ബേസ് വരുന്ന രീതിയിൽ സർക്കിളിനകത്തൊരു ലൈൻ വരച്ച് വേണം. അങ്ങനെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇത്ര മാത്രം മതി. പ്ലാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു എക്സാണും ഒരു സ്ക്വയറും കാണാൻ പറ്റണം. കാര്യം സ്ക്വയറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടേ ഇതുള്ളൂ, അത് നമുക്ക് എലിവേഷൻ വരയ്ക്കുമ്പോൾ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യമേ അത് വരയ്ക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സാൺ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എക്സോ ലൈനിന് പാരലായിട്ട് തന്നെ വരയ്ക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എക്സോ ലൈനിന് പാരലായിട്ട് തന്നെ നമ്മൾ എക്സാൺ വരയ്ക്കുക. എക്സാണിൻ്റെ ബേസ് എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പോൾ 25 ഞാൻ എന്ത് ചെയ്യുന്നു, എടുത്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇത് താഴോട്ട് വരയ്ക്കും, കാര്യം ഇതിന് സ്ക്വയറൊക്കെ വരയ്ക്കുമ്പോൾ പുറത്ത് പോകും, ഇതിന് എക്സോ ലൈന് മേളിൽ കയറി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യമേ മുൻകൂട്ടി കണ്ട് 25 എടുത്ത് വരയ്ക്കുന്നു. 25 ഒരു ലൈൻ വരച്ചു. അപ്പം ഇത് എക്സാൻ്റെ എന്താണ്, 2 പോയിൻറ്റ്സാണ്. ഇപ്പോൾ AB എന്ന് ഞാൻ കൊടുത്തു എന്ന് വെച്ചോ, AB എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സാൻ്റെ പോയിൻറ്റ്സ് ആണെങ്കിൽ ബാക്കി എക്സാണൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ 60 ഡിഗ്രി, ABക്ക് 60, ഇതാണ്ട് 60 എടുത്തു. എന്തോന്നറിയാം, അവിടെ ഒരു പ്രശ്നം, ഫുള്ളൊക്കെ വരച്ചുകൊണ്ട് എത്ര മതി. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലും 60. അധികം ലെന്ത് ആവുകയാണെങ്കിൽ ഇത് ഞാൻ 2 പാർട്ടാക്കുവേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താവും കാര്യം, ഇത് സമയം എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെന്താ, O1 ഞാൻ O2 എക്സാൻ്റെ എൻഡിൽ O2 എന്ന് മാത്രം ഇട്ട് കേട്ടോ. O1 താഴെ വരയ്ക്കാം. എക്സാൻ്റെ സെൻറ്റർ O2 ആണ്. അതായത് നമ്മുടെ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നത് O2ഉം നമ്മുടെ ബേസിൽ ഏറ്റവും താഴത്തെ പോയിൻറ്റ് O1 ആണ്. അപ്പോൾ ഞാൻ O2 മാത്രമേ ഇട്ടുള്ളൂ ഇപ്പം. കാര്യം ഞാൻ വരയ്ക്കുന്നത് ഇതിൻ്റെ മുകളിലിരിക്കുന്ന സാധനമെന്ന് എനിക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുത്തി A വരെ ഉള്ളത് എന്താക്കി, റേഡിയസ് ആക്കി. ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ പലപ്പോഴും കാണാൻ പറ്റില്ല, അതാ പ്രശ്നം. A വരെയുള്ള റേഡിയസ് ആക്കി. എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യും. പ്രശ്നമല്ലല്ലോ. എന്നിട്ട് ഇനി എന്ത് ചെയ്തു, A to B ഡിസ്റ്റൻസ് നമ്മളെടുത്തു. ഹെക്സാനൊക്കെ വരയ്ക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇത് ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ഇതേപോലെ വെച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്, കാര്യം നിങ്ങൾ ഈ കൈ കൊണ്ട് വരയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വിസിബിലിറ്റി കുറവാണെന്നുള്ളത്. പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തെടുക്കാം.
എനിക്ക് വ്യക്തമായിട്ട് കാണാൻ വയ്യ. അപ്പോൾ ABCDEF ഇത് മുകളിലിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഓട്ടുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതെല്ലാം എന്തുമായിട്ട് ഓട്ടുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ ഞാൻ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് 50ൻ്റെ പകുതി, മൊത്തം 50, അപ്പോൾ 25 നടുക്ക് പിടിച്ചാൽ മതി. കണ്ട ഇതിന് ഓൾമോസ്റ്റ് അകത്ത് വരുന്നുണ്ടേ. അതെങ്ങനെ ശരിയാവും? ഇനിയിപ്പോൾ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അതായത് ഇവിടെ മുകളിൽ, ഇവിടെ താഴെ കൊണ്ട് ഇവിടെ നിന്ന് 25 ലെഫ്റ്റ് റൈറ്റിലോട്ട് ജസ്റ്റ് അതിനോട് ഇരുന്ന് പോവും. ഒരു വൃത്തിയായിട്ട ക്വസ്റ്റ്യൻ ആയിപ്പോയി കേട്ടോ. ഞാൻ ബേസിൻ്റെ ഇതേ കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്കത് ഓവർ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു സോൾഡിൻ്റെ മണ്ടയ്ക്ക് വേറെ സോൾഡ് എങ്ങനെ വെക്കുന്നു എന്നല്ലായിരുന്നു നമ്മുടെ പ്രശ്നം. അപ്പോൾ ഞാനിത് 60 ആക്കുവാണേ. കാര്യം അത് അറിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്താൽ മതി. കാര്യം ഇത് ഓവർലാപ്പൊക്കെ ചെയ്ത് വന്നാൽ വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 60 മില്ലിമീറ്ററാണ് നമ്മുടെ ക്യൂബിൻ്റെ സൈഡ്. ഇപ്പോൾ 60 മില്ലിമീറ്റർ ആകുമ്പം മുകളിലേക്ക് 30 അല്ലേ, മുകളിലേക്ക് 30, താഴേക്ക് 30, അപ്പോൾ 60 മുകളിലും താഴെയും 60, പിന്നെ ലെഫ്റ്റ് റൈറ്റ് 60. ഡയഗണൽസ് ആയി മാർക്ക് ചെയ്ത് പോയാലും മതി. 30, 30. അപ്പോൾ ഈ പോയിൻറ്റ്സിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അത് സ്ക്വയറായി മാറും. അവിടെ സ്ക്വയർ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തായി, നമ്മുടെ എന്തിൻ്റെ പ്ലാനായി, ക്യൂബിൻ്റെ പ്ലാനായി. നമ്മളെ ക്യൂബാണ്, ക്യൂബിൻ്റെ പ്ലാനാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറാണ് ഞാനിവിടെ എന്ത് ചെയ്തത്, വരച്ചത്. അപ്പോൾ സ്ക്വയർ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് സ്ക്വയറിന് എന്ത് കൊടുക്കണം, ബേസിൽ പോയിൻറ്റ്സ് ഉണ്ട്, ടോപ്പിൽ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ ബേസിലെ പോയിൻറ്റ്സ് ഞാനിതിപ്പോൾ PQRS എന്ന് കൊടുത്തു. ടോപ്പിലെ പോയിൻറ്റ്സ് 1 2 3 4 കൊടുത്തു വെച്ചു. 1 2 3 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ പ്ലാൻ എലിവേഷനും, അപ്പം ക്യൂബിൻ്റെ സെൻറ്റർ ഇത് തന്നെയാണ്, അത് O1 എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കണം. അപ്പോൾ എലിവേഷൻ വരയ്ക്കാൻ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഈ ഒരു സെൻറ്റർ ലൈൻ ആദ്യമേ അങ്ങ് വരച്ചങ്ങിടാം. പിന്നെ ബാക്കിയൊക്കെ പിന്നെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, O1 ഡാഷ് പിടിപ്പിക്കാം. ഇനി ആദ്യം ഞാൻ വരയ്ക്കുന്ന ഈ ക്യൂബിൻ്റെ എലിവേഷൻ മാത്രമാണ്. അപ്പോൾ ക്യൂബിൻ്റെ എലിവേഷൻ ആണെങ്കിൽ ഈ S4 നേരെ ഇവിടെ കൊണ്ടുവരിക. ഹൈറ്റ് എത്ര, മൊത്തത്തിൽ 60 അല്ലേ, മൊത്തത്തിൽ 60 ആണ് അല്ലേ, ഹൈറ്റ് 60 ആണ്. അപ്പം വേണമെങ്കിൽ ഞാൻ 60 മില്ലിമീറ്റർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പോയിൻ്റ് ഇവിടെ എടുത്തു. ആ സർഫസ് വരെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ S4 എന്ന് പറയുന്ന സാധനം നമുക്കിങ്ങ് മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ബേസിലാണ്ട് ഈ പോയിന്റിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, S ഡാഷും, മുകളിൽ ഈ പോയിന്റിൽ നമുക്ക് എന്താണ് 4 ഡാഷും മാർക്ക് ചെയ്യാം. P1, അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് P ഡാഷും, ഇവിടെ മുകളിൽ വന്നിട്ട് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, 1 ഡാഷും മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇത് Q2 മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സാധാ പ്ലാൻ എലിവേഷൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ തന്നെ എന്താണ് Q2 വരുമ്പോൾ Q2 ആകുമ്പോഴത്തേക്ക് ഈ പോയിന്റിൽ എന്ത് വരും, Q ഡാഷ്, പിന്നെ മുകളിലത്തെ പോയിന്റിൽ എന്ത് വരും, 2 ഡാഷ് വരും. നെക്സ്റ്റ് R3, അപ്പോൾ ഈ പോയിന്റിൽ R ഡാഷ്, മുകളിലത്തെ പോയിന്റിൽ 3 ഡാഷ്. നിങ്ങൾ 2x ഇട്ട് കാണുമല്ലോ, ഞാൻ ഇത്തിരി പതുക്കെയാണ് പറയുന്നത്. അപ്പം ക്യൂബായി, ക്യൂബിൻ്റെ എലിവേഷനായി. ഇനി നമുക്ക് അടുത്ത് വേണ്ട ഇതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന ക്യൂബ് കഴിഞ്ഞു, അതിൻ്റെ മണ്ടയ്ക്കാണ് പിരമിഡ് ഇരിക്കേണ്ടത്. അപ്പോൾ പിരമിഡിൻ്റെ ബേസിലെ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, പിരമിഡിൽ ബേസിലെ പോയിൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, നേരെ അങ്ങ് മേളിൽ കൊണ്ടുപോകും. എക്സോ ലൈനെ കൊണ്ട് പിടിപ്പിക്കരുത്, ഇവിടെ കൊണ്ട് പിടിപ്പിക്കുക. A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡാഷ് ഇവിടെ കിട്ടും, A ഡാഷ് ഇവിടെയാണ് വരുന്നത്. അതേസമയം ഈ എഫ് എന്ന് പറയുന്ന പോയിൻ്റ് നേരെ മുകളിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ പോയിന്റിലാണ് എഫ് ഡാഷ് വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത പോയിൻ്റ് ഏതാ? ഇ എന്ന് പറയുന്ന പോയിൻ്റ് നേരെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പോകും അല്ലേ? ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകും. അപ്പോൾ എ ഡാഷ് കോമ ഇ ഡാഷ് ഇതേ പോയിൻ്റ് വരും. നെക്സ്റ്റ് ഡിയും ബിയും. അപ്പോൾ ഇത് രണ്ട് ബി എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ ഇവിടെ ഡി ഡാഷ് ബി ഡാഷ്. നെക്സ്റ്റ് സി എന്ന് പറയുന്ന സാധനം നേരെ മേളിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ഇതുപോലെ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തൂലായിരിക്കും, പക്ഷേ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ വൃത്തി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഹൈറ്റ് ഇത്തുകൂടി വേണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ചെയിൻ ലൈൻ ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടുവാണ്. ഓക്കെ, ഇനി പിരമിഡിൻ്റെ ഹൈറ്റ് എത്ര പറഞ്ഞേക്കുന്നത്? ഇത് ഹൈറ്റ് ഓഫ് ദി പിരമിഡ് ഈസ് 40. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് 40 ആണ്. ക്യൂബിൻ്റെ സൈഡ് 60 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ബേസിൽ നിന്ന് ഇതുവരെ ഉള്ളത് 60. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് 60 ആണെന്നറിയാം, ഇവിടെ അങ്ങോട്ടേക്ക് 40. അപ്പോൾ ഈ ബേസിൽ നിന്ന് എത്ര നമ്മൾ എടുക്കണം? 40 മേളിലേക്ക് എടുത്ത് ഒരു പോയിൻ്റ് എടുക്കുക. അതാണ് നമ്മുടെ O2 എന്ന് പറയുന്നത്. അത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ പോയിൻ്റ്, അപ്പെക്സ് O2 ഡാഷ്. ഇനി ഈ 4 ഡാഷ് ഒന്നും അതുമായിട്ട് ജോയിൻ ചെയ്ത് കളയരുത്. കാര്യം ABCDEF എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ പോയിൻ്റാണ്. ഈ പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് എന്തിലുള്ളൂ? പിരമിഡിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പോയിൻറ്റ്സ് മാത്രം അതുമായിട്ട് ജോയിൻ ചെയ്യുക. എഫും എന്തുമായിട്ട് ജോയിൻ ചെയ്യാം? O2 ഡാഷുമായിട്ട് ജോയിൻ ചെയ്യാം. O2 ഡാഷ്. പിന്നെ അതേപോലെ O2 ഡാഷ്. പിന്നെ DB O2 ഡാഷ്. പിന്നെ C ഡാഷ് O2 ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം സാധനം. ഇനി ഇതിൽ ഏതൊക്കെ ഡാർക്ക് ആക്കണം, ലൈറ്റ് ആക്കണം? അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് വരച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഇനി ഞാൻ പേന വെച്ച് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഡാർക്ക് ആക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം പെന്ന് ഉപയോഗിച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആക്ച്വലി വരയ്ക്കേണ്ടിയിരുന്നത് ഈ ഒരു എന്തായിരുന്നു, നമ്മുടെ സ്ക്വയർ ആയിരുന്നു. ആ കാര്യം ക്യൂബിൻ്റെ സൈഡ്. അപ്പോൾ ആ ക്യൂബിൻ്റെ സൈഡ് സ്ക്വയർ ഞാൻ എന്ത് ചെയ്തു? ഡാർക്കാക്കി. ഔട്ടർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ക്യൂബിൻ്റെ ഔട്ടർ പോർഷൻ വിസിബിളാണ്, അത് വിസിബിളാക്കി. ഇനി എനിക്ക് അതിൻ്റെ മണ്ടയ്ക്ക് എന്തിരിക്കുന്നത്? പിരമിഡ് ഇരിക്കുന്നത്. അപ്പോൾ പിരമിഡ് ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം? പിരമിഡ് എക്സ്റ്റേണൽ പിരമിഡാണ്. ആ എക്സ്റ്റേണൽ പിരമിഡിൻ്റെ ഒരു ബേസ് എഡ്ജ് എക്സ് ലൈനിന് പാരലാക്കിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് ക്യൂബിൻ്റെ ആയാലും എക്സ് ലൈനിന് പാരലാക്കിയാണ് വരച്ചിരിക്കുന്നത്. കാര്യം പാരലൽ ടു VP കണ്ടീഷനുണ്ട് ബേസ് എഡ്ജസ്, അപ്പം രണ്ടിൻ്റെയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. പെർപ്പൻഡിക്കുലർ വന്നാൽ നിങ്ങൾ എന്താക്കണമായിരുന്നു? ഒരെണ്ണം എക്സ് ലൈനിന് പെർപ്പൻഡിക്കുലർ ആക്കണം, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും, ശരിയായിക്കോളും. അപ്പോൾ ഇതായി. ഇനിയും കഴിഞ്ഞില്ല, ഇതിൻ്റെ അപ്പെക്സ് ഉണ്ട്. അപ്പോൾ ഈ അപ്പെക്സുമായിട്ട് എല്ലാ പോയിൻറ്റ്സും എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാനിൻ്റെ എന്ത് കഴിഞ്ഞു? നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലാനിനെ നമ്മൾ എന്താക്കി? ഡാർക്കാക്കി. ഇനി എലിവേഷൻ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എലിവേഷൻ കാണാൻ പറ്റുമ്പോഴത്തേക്ക് ക്യൂബാണ്. ഇതിൻ്റെ ഔട്ടർ സർഫസ് അതുകൊണ്ട് ഇത്ര മാത്രം. ആദ്യം ഔട്ടർ സർഫസ് അങ്ങ് എന്ത് ചെയ്യുക? ഡാർക്കാക്കുക. നമ്മൾ സാധാരണ സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എന്താണോ ചെയ്യുന്നത് ആ മാതിരി ഔട്ടർ സർഫസ് എന്താക്കിയിടുക? ഡാർക്കാക്കിയിടുക. ഔട്ടർ സർഫസ് ഡാർക്കായി. ഇനി വേറെ ഏതെങ്കിലും എഡ്ജസ് ഇടയ്ക്കുണ്ടോ എന്ന് നോക്കുക. അല്ലെ ഇല്ല, ഇവിടെ ഈ ഒരു പോയിൻറ്റും ക്യൂ ഡാഷ് ആർ ഡാഷ് ഇത്രയും പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ എഡ്ജസ് ഒന്നും ഇടയ്ക്കില്ല. ഈ പോയിരിക്കുന്നതെല്ലാം നമ്മുടെ പിരമിഡിൻ്റെ പ്രൊജക്ഷൻ ലൈൻസാണ് ഇടയ്ക്കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മ വേണം. നെക്സ്റ്റ് നമുക്കെന്താണ്? ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പിരമിഡിൻ്റെ കാര്യം നോക്കാം. പിരമിഡിൻ്റെ ബേസ് ഓൾറെഡി ഇതുവരെ കവേർഡാണ്. ബാക്കി ഇതിൻ്റെ ഔട്ടർ സർഫസ് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്? എഫ് ഡാഷ് മുതലേ ഉള്ളെന്നുള്ള ആലോചിക്കണം. ഔട്ടറുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കരുത്. ഈ ഔട്ടറുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കരുത്. ഇവിടെ നിന്ന് സി ഡാഷ് വരെ ഉള്ളെന്നുള്ളത് ആലോചിച്ചോളണം, തെറ്റിക്കരുത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന എഡ്ജ് ആണ്ട് ഇത് ഒരു കാര്യം ആലോചിക്കുക. പിരമിഡ് നോക്കുമ്പോൾ ഇതില്ലാന്ന് ആലോചിച്ച് വേണം. ഡി എത്താൻ ഇത് കട്ട് ചെയ്യുന്നു വന്നാൽ ഡിയിലെത്തത്തില്ല എന്ന് ആലോചിക്കരുത്. പിരമിഡ് എന്തിൻ്റെ മണ്ടയ്ക്കിരിക്കുക? നമ്മുടെ ഈ സോൾഡിൻ്റെ മണ്ടയ്ക്കിരിക്കുകയാണ്. അപ്പം ഇവിടെ ഡയറക്റ്റ് വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡിയിലും ഇയിലും കാണാം. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന എഡ്ജും കാണാൻ പറ്റും. എനിക്ക് എന്ത് കാണാം? ഡി ജോയിൻ ചെയ്യുന്ന എഡ്ജും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഡാർക്ക് ആക്കി വിടേണ്ട സാധനങ്ങൾ വിട്ടത്. ഇനി നമ്പറിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്? ഇറലവൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചിന്തിച്ച് നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ ഇത് വരയ്ക്കുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നമ്പറിങ് എന്നല്ല, ഈ നെയിമിംഗ് ഒക്കെ നിങ്ങൾ അധികം എന്താണ് സ്ട്രെസ്സ് കൊടുത്ത് ആലോചിക്കേണ്ട കാര്യം ഇല്ല. ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത്, താഴെ എനിക്ക് എന്താണ്? ക്യൂബുണ്ട്. ആ ക്യൂബ് ആദ്യം വരയ്ക്കണം. മുകളിൽ എനിക്ക് എന്തുണ്ട്?
പിരമിഡ് ഉണ്ട്, പിരമിഡ് രണ്ടാമത് വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എലിവേഷൻ നോക്കും. എലിവേഷൻ ഇതാണ്. എലിവേഷനിൽ ഏറ്റവും ബേസ് ചെയ്യാൻ നോക്കും. ബേസ് ഇതാണ്. അതുകൊണ്ട് ഈ ഒരു എഡ്ജ് ഞാൻ ആദ്യം വരയ്ക്കും. ഈ എഡ്ജിൻ്റെ ഷേപ്പ് എന്ത് നോക്കും, അത് സ്ക്വയറാണ്. അപ്പോൾ എനിക്ക് വേറെ സ്ക്വയറിനകത്താക്കാനോ റെക്റ്റാങ്കിളിനകത്താക്കാനോ ഇല്ല, ഓൾറെഡി ഇത് സ്ക്വയറാണ്. അപ്പോൾ ആ സ്ക്വയർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പോയിൻ്റ് ഇങ്ങനെ എടുത്തു. ആ പോയിൻ്റ് ഈ PQRS ആണ് ആ സ്ക്വയർ, താഴെയുള്ള PQRS. അപ്പോൾ P എന്ന് പറയുന്ന പോയിൻ്റ് ഞാൻ അവിടെ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. P എന്ന് പറയുന്ന പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻസ് വരയ്ക്കാം. ലെഫ്റ്റും റൈറ്റും എത്ര, 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി 30 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പരിപാടി പിയിൽ നിന്ന് ക്യൂയിലേക്ക്. നെക്സ്റ്റ് അടുത്ത പരിപാടി പിയിൽ നിന്ന് എസ്സിലേക്ക്. സ്ക്വയർ ആയതുകൊണ്ട് ഒബ്വിയസ്ലി സെയിം ഡിസ്റ്റൻസുകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ സ്ക്വയർ എങ്ങനെ ഇങ്ങോട്ട് ആക്കണമെന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പി ഈ പോയിൻ്റ് ക്യൂ, അതുകൊണ്ട് ഈ പോയിൻ്റ് ക്യൂ, ഇത് എസ് ആയിരുന്നു. അപ്പോൾ ഈ പോയിൻ്റ് എസ്, ഇത് ആറ്. ഞാനിത് കറക്റ്റ് പേര് വെച്ച് തന്നെ പറയുന്നതിന് കാര്യം അത് അധികം കൺഫ്യൂഷൻ വരണ്ടാന്ന് വെച്ചിട്ടാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, പേരില്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ പേരൊക്കെ ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓർത്തോഗ്രാഫി പ്രൊഫഷനാണ്, പ്ലാനും എലിവേഷനൊക്കെ അറിയണം നമുക്ക്. അപ്പോൾ ബേസിൽ ഇനി ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി എന്ത് തന്നെയാണ്, ഈ സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ തന്നെയാണ്. ഇനി അടുത്ത സർഫസ് എത്ര ഹൈറ്റിൽ കിടക്കുന്നു. അപ്പോൾ അടുത്ത സർഫസ് ആണ്ട് ഇതാണ്. എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഈ സ്ക്വയറിന് മുകളിൽ വേറൊരു സ്ക്വയർ. അപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നറിയാം, ക്യൂബിൻ്റെ ഹൈറ്റ് 60 ആണെന്നറിയാം. അപ്പോൾ എല്ലാ സ്ഥലത്ത് വെച്ചിട്ടും ഞാൻ എന്ത് ചെയ്യണം, 60 മില്ലിമീറ്റർ ഹൈറ്റ് എടുക്കുവാണ്. ബോക്സ് ആക്കിയിട്ട് ബാക്കി ചിന്തിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ബോക്സ് ആക്കിയിട്ട് ബാക്കി ചിന്തിച്ചാൽ മതി. വേറെ ഒരു പരിപാടിക്കും പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ ഒരേ ലൈന് വരും കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ആ ലൈന് വരും. എനിക്ക് ജസ്റ്റ് ഒന്ന് മാറി വന്നു, അത് തെറ്റാണ് ആക്ച്വലി. പക്ഷേ എന്നാലും അങ്ങനെ തന്നെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. മാറ്റമൊന്നും വേണ്ട, അങ്ങനെ തന്നെ വരച്ചാൽ മതി. ചെറിയ വേരിയേഷൻസൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. നെക്സ്റ്റ് ഈ പോയിൻ്റ് അതിൻ്റെ എൻ പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. എല്ലാം 60 വെച്ചാണ് എടുത്തത് അല്ലേ. നമ്മളിതൊക്കെ ഒരുപാട് തവണ വരച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ വീണ്ടും സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി പഴയ നമ്മൾ കണ്ട സാധനങ്ങളിൽ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത പ്രൊസീജിയർ. മേളത്തെ പോയിൻറ്റ്സ് വേണമെങ്കിൽ 1 2 3 4 ആണെന്ന് വേണമെങ്കിൽ കൊടുക്കാം. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4. 1 2 3 4. അപ്പോൾ ഞാൻ അത് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്യുന്നു. 1 2 3 4. കാര്യം ആ പ്ലേസിലാണ് നമുക്ക് വേറെ ഒരു സാധനം പാല വന്ന് കയറിയിരിക്കുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ പിരമിഡ് വന്നിരിക്കുക. അതായത് ഞാനിപ്പോൾ വരച്ചത് അതാണ്ട് ഈ ഒരു ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഒരു സർഫസാണ്, ഈ ഒരു സർഫസാണ് ഞാനിപ്പോൾ വരച്ചത്. അതുകൊണ്ട് ഇത് ഫുള്ള് കണ്ടോ. ഈ സർഫസിൽ തന്നെയാണ് ഏതിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു സർഫസ് ഇരിക്കുന്നത്. ഏത്, നമ്മുടെ പിരമിഡിൻ്റെ സർഫസ്. ആ പിരമിഡിൻ്റെ സർഫസ് ഞാൻ കാണിച്ചു തരാണ്ട് ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. തെളിയുന്നില്ലേ വേണ്ട, ബ്ലൂവിൽ ഞാൻ കാണിച്ചില്ല വേണ്ട. അയ്യോ ഇതും ബ്ലാക്ക് തന്നെ. അപ്പം ആ പിരമിഡിൻ്റെ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ക്യൂബിൻ്റെ സർഫസിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരണം. ആര് കൊണ്ടുവരണം, നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിനി അടുത്ത് ആലോചിക്കാൻ പോകുന്നത് ഈ വലിയ സർഫസ്, ആ സർഫസ് എവിടെ, അതാണ്ട് ഇവിടെ. ആ സർഫസിനകത്ത് ഈ ചെറിയ സർഫസ് എങ്ങനെ വരയ്ക്കും, ആ ചെറിയ സർഫസിൻ്റെ ഷേപ്പ് എന്താ. ചെറിയ സർഫസ് എന്താണ്, നമ്മുടെ ഹെക്സഗണാണ്. അപ്പോൾ ഈ ചെറിയ സർഫസിനെ ഞാൻ ഓൾറെഡി എന്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെ ഒരു റെക്റ്റാങ്കിളിനകത്തോ മാറ്റണം, അല്ലെങ്കിൽ സ്ക്വയറിനകത്തേക്ക് മാറ്റണം. ഹെക്സഗൺ ആയതുകൊണ്ട് സ്ക്വയർ ആയിട്ട് പോയി. സ്ക്വയറിനകത്തേക്ക് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനകത്തേക്ക് മാറ്റണം. ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സാധനം ഞാനിപ്പോൾ ഒത്തുകൂടെ ഒന്ന് കട്ടിക്ക് വരച്ചത് ഇത്രയും. നമ്മുടെ പെൻഡകൻ്റെ ഒരു എൻഡി വെച്ച് വരച്ചു. ഇത് എക്സാണ്ട് ഒരു എൻഡി വെച്ച് വരച്ചു. അടുത്ത എക്സാണ്ട് അടുത്ത എൻഡി വെച്ച് വരച്ചു. നല്ലൊരു പെൻസിലില്ലാത്തത് പ്രശ്നമാണ്.
പിന്നെന്താണ്, ഈ എൻഡ് വെച്ച് വരച്ചു. പെൻറ്റഗണിൻ്റെ എൻസിൽ വെച്ചാണ് വരയ്ക്കുന്നത് കേട്ടോ, അല്ല സർക്കിളിൻ്റെ എൻഡിൽ. പെൻറ്റഗൺ എക്സഗൺ, ഇവിടെ നിൽക്കുന്നില്ലേ മൈൻഡൊന്നും. എക്സഗണിൻ്റെ എൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വരച്ചത്. ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, ഇവിടെ മുകളിൽ, ഇവിടെ താഴെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 4 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ 4 പോയിൻറ്റ്സ് എന്ന് പറയുന്നതാണ് ആ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കിട്ടി? എക്സഗണിൻ്റെ ഒരു എൻഡ് വെച്ച് വരച്ചു, എക്സഗണിൻ്റെ അടുത്ത എൻഡ് വെച്ച് വരച്ചു, എക്സഗണിൻ്റെ ഈ ഒരു എഡ്ജിൻ്റെ കൂടെ വരച്ചു. അപ്പോൾ അത് കറക്റ്റ് എക്സഗണിലെ എല്ലാ പോയിൻറ്റ്സും, അതായത് എ ആയാലും ബി ആയാലും സി ആയാലും ഡി ആയാലും ഇ ആയാലും എഫ് ആയാലും ഈ ഒരു സ്ക്വയറിനകത്ത് തന്നെ കിട്ടി, സ്ക്വയറിനുള്ളിൽ തന്നെ കിട്ടി, അല്ലെങ്കിൽ ആ സ്ക്വയറിലെ എഡ്ജസിൽ തന്നെ കിട്ടി. ഇനി ഈ സ്ക്വയർ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അതേ എഡ്ജസിൽ, സ്ക്വയറിൻ്റെ അതേ എഡ്ജസിൽ നമുക്ക് എന്ത് പ്ലേസ് ചെയ്യാം? എയും ബിയും സിയും ഡിയും ഇയും എഫ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഈ സ്ക്വയറിനെ അങ്ങ് നെയിം ചെയ്യുക. 1 2 ഇതെന്തുവാ 3 4. അങ്ങനെയാണെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ സ്ക്വയർ എങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റും? അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ട് ഒരു എക്സും ഒരു വൈ ആക്സിസ് വരയ്ക്കുന്ന ഒരു നടുക്കൂടെ 2 ലൈൻസ് അങ്ങ് വരയ്ക്കണം. ഈ ലൈൻസിൻ്റെ പ്രത്യേകത നോക്കണേ. ഈ ലൈൻസ് എന്തിനെ കട്ട് ചെയ്യുന്നുണ്ട്? വലിയ മെനക്കെടുത്താണ് ഇത്. ഈ 2 ലൈനിൻ്റെ പ്രത്യേകത, ഈ 2 ലൈൻസും എന്തിനെ കട്ട് ചെയ്യുന്നുണ്ട്? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ 4 പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പോയിൻറ്റ്സിലാണ്? ഈ പോയിൻറ്റിൽ, ഈ ലൈൻ കട്ട് ചെയ്യുന്നു. ഈ ലൈൻ എവിടെ കട്ട് ചെയ്യുന്നു? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് ഈ എഡ്ജിലും പുറത്ത് ഈ എഡ്ജിലും. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റും. ഈ ലൈൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പല മെത്തേഡ്സ് നിങ്ങളിത് മുകളിൽ വെക്കും കേട്ടോ, ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോന്നാവില്ല. ചിലപ്പം വേറെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റിയൊക്കെ ചെയ്യേണ്ടി വരും. ഒന്നിൻ്റെ മണ്ടയ്ക്ക് താഴെ വേറെ അങ്ങനെയൊക്കെ വരുമ്പം. ഇതാണെങ്കിൽ ഏത് ക്വസ്റ്റ്യനായാലും ഒരെണ്ണമാണ് പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, ബാക്കി അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. ഈ ലൈൻസ് വരയ്ക്കുന്ന പിടി കിട്ടിയല്ലോ, നടുക്കൂടി ഹോറിസോണ്ടൽ വെർട്ടിക്കൽ, ഇങ്ങനെ 2 ലൈൻസ് അങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻസ് എന്തിൽ കൂടെ പാസ് ചെയ്യുന്നു? നമ്മുടെ പുറത്തുള്ള റെക്റ്റാങ്കിളിൻ്റെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ സ്ക്വയറിലെ പോയിൻറ്റ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ചാൽ ആ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത നോക്കി. ഈ സൈഡിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ആ ലൈൻ പോകണം, ഈ ലൈൻ. അതിൻ്റെ ഓപ്പോസിറ്റോ ഈ എഡ്ജിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പോകണം. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത, ഇവിടെ 4 3 എന്ന് പറയുന്നതിൻ്റെ സെൻറ്ററും 1 2 എന്ന് പറയുന്നതിൻ്റെ സെൻറ്ററും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ വരച്ചാൽ ഈ ലൈൻ ഇവിടെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ 4th മുതൽ ഇതാണ്, ഇത് സെൻറ്ററാണ്, അവിടെ നോക്കിയാൽ മതി, സെൻറ്ററിൽ കൂടെ പോകുന്നത്. അപ്പോൾ 4ൽ നിന്ന് അതിൻ്റെ സെൻറ്റർ, അതേപോലെ 1 2ൻ്റെ സെൻറ്റർ, 1 2ൻ്റെ സെൻറ്റർ. അപ്പോൾ ആ 2 സെൻറ്റേഴ്സും കൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്റേഴ്സ് രണ്ടും കൂടെ വെച്ചതിന് ശേഷം, വേണ്ട സെൻറ്റർ വെച്ചതിന് ശേഷം ഒരു ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഞാൻ ഇത് ഡാർക്കായിട്ട് വരയ്ക്കുന്നത്, നമുക്ക് അവസാനം ഡാർക്കാക്കുന്നത് ഞാൻ പേന ഉപയോഗിച്ചാണ്, അറിയാമല്ലോ. പെൻസിലല്ല ലൈറ്റ്, ഇതെല്ലാം ലൈറ്റായിട്ട് വരച്ചാൽ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു? നമ്മളെന്ത് ചെയ്തു? ഇതായിട്ട് വരച്ചു. പെൻസിലൊന്നും ഉദ്ദേശിച്ചത് ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതെല്ലാം ലൈറ്റാണെന്ന് സങ്കല്പിച്ചോളാം. നിങ്ങൾക്ക് ഇത് ഡാർക്കായിട്ട് തോന്നും, കാര്യം കടുപ്പിച്ച് വരച്ചാലേ കാണാൻ പറ്റും. അപ്പോൾ ഇതായി ഈ ലൈന്. ഇനി ഈ ലൈനോ, അതായത് ഈ സൈഡിൻ്റെയും ഈ സൈഡിൻ്റെയും സെൻറ്റേഴ്സിൽ കൂടെയാണ് പോണത്. അവിടെ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഉണ്ട്, ഇതിൻ്റെ സെൻറ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ സെൻറ്റർ ഉണ്ട്, ഈ സെൻറ്റർ ഇത് തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഇത് തന്നെ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ, അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കും. അപ്പോൾ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ ചെറിയ ഈ റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കണം. ഹൗ കുഡ്, എങ്ങനെ ചെയ്യാൻ പറ്റും? അത് റെക്റ്റാങ്കിളായിട്ട് തന്നെ കിട്ടും കേട്ടോ, എക്സാമാണെങ്കിൽ. അപ്പം ഈ റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കും? ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത, ഈ 2 ലൈൻസും ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ കൂടെ അല്ലേ പോണത്. അതേപോലെ നിങ്ങൾ നോക്കിയിടേ, ഈ ചെറിയ റെക്റ്റാങ്കിൾസിന് 4 സൈഡ്സ് ഉണ്ടല്ലോ, ഈ 4 സൈഡ്സിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയാണ് ഈ ചെറിയ ഈ ലൈൻസ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പറഞ്ഞു വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമായിരിക്കും. ഈ സെൻറ്ററിൽ നിന്ന്
4-3 ലൈൻ ഉണ്ട്, ഇതാണ് ഒരു ലൈൻ. അപ്പോൾ ഈ ലൈൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഏത് ലൈൻ? ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഈ ലൈനാണ്, ഈ ലൈനാണ് ഈ ലൈൻ. അത് നമ്മൾ മനസ്സിൽ ആലോചിച്ചോളാം. സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടോ, ഉണ്ട് ഈ റെക്റ്റാങ്കിൾ ഉണ്ടോ, ഈ റെക്റ്റാങ്കിളിലേക്ക് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇതെടുത്ത് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്താണ്ടോ. എന്നാൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു ലൈൻ കിട്ടൂലേ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ലൈൻ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ലൈൻ, ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡിന് പാരലായിട്ടല്ലേ ഈ ലൈൻ ഇരിക്കുന്നത്, ഈ ചെറിയ റെക്റ്റാങ്കിളിലെ ലൈൻ ഇരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇതിന് പാരലായിട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടൂടെ? ഓക്കെ. ഇനി ഞാനിവിടെ മുകളിലോട്ട് എടുത്തില്ലേ ഈ ലൈനിൽ, അതേപോലെ ഇവിടെ നിന്ന് താഴോട്ട് എടുത്തൂടെ? കണ്ടാ? അപ്പം സെൻറ്റർ മുതൽ ഈ ലൈനിൽ ഈ ഡിസ്റ്റൻസ് എടുത്താൽ റെക്റ്റാങ്കിളിലെ താഴത്തെ ലൈൻ കിട്ടൂലേ? സെൻറ്റർ മുതൽ ഈ ഡിസ്റ്റൻസ് എടുത്തോടെ കട്ട് ചെയ്ത്. എന്നാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡിന് പാരലാണ് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ സൈഡും. അപ്പം ഇവിടുത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഇതാണെങ്കിൽ അതിന് പാരലായിട്ട് ഇവിടെ ലൈൻ, റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ്സായി. ഇനി അതേപോലെ ഈ ലൈൻ ഏതാണെന്ന് നോക്കിയാണ്, ഈ ലൈൻ ഏതാണ്ട് ഇവിടുത്തെ ഇതാ, അതായത് നമ്മുടെ 1-4 കട്ട് ചെയ്യുന്ന ലൈൻ, 1-4, 2-3 കട്ട് ചെയ്യുന്നത്, 2-3 കട്ട് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇതും ഇത് രണ്ട് ഇത് ഇടാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാണ്, സെൻറ്ററിൽ നിന്ന് 4-3 സൈഡിലോട്ട് ഇത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ എന്ത് പോകണം, ഈ റെക്റ്റാങ്കിൾ ലൈൻ പോകുന്നത്. റൈറ്റിലേക്ക് ഈ ഡിസ്റ്റൻസ് മാറി തന്നെ പോകണം. അപ്പോൾ നമ്മളെന്താണ് സെൻറ്ററിൽ നിന്നുകൊണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്ത്, അതായത് ഈ ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഇതൊരു ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്ത് അവിടെ 2 സ്ഥലത്തും വെച്ച് നേരത്തെ പോലെ ഈ ലൈനിന് അതുകൊണ്ട് ഇവിടുത്തെ ലൈൻ ഇതാണ്, ഇതിന് പാരലായിരിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ലൈനിന് പാരലായിരിക്കണം ആ പോയിൻ്റ് വെച്ച് വരയ്ക്കേണ്ടത്. അത് ആലോചിച്ചോളണേ, എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെച്ചാൽ തെറ്റിപ്പോവും. ഈ ലൈനിന് പാരലായിരിക്കണം ഈ പോയിൻ്റ് വെച്ച് വരയ്ക്കേണ്ടത്. കാണുന്ന രീതിയിൽ വരച്ചാലേ കറക്റ്റ് കിട്ടൂ, പാരല. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് വിടേ, ജോയിൻ ചെയ്താൽ പോകുമല്ലോ. കണ്ടണ്ട, 1 2 3 4 ഈ പോയിൻറ്റ്സ് 1 2 3 4 1 2 3 4. ഇനി നമുക്കെന്താ 1 2 എന്താ കിടക്കും? ഈ പോയിൻ്റ് ഇ കിടക്കും, ഈ പോയിൻ്റ് ഡി കിടക്കും. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് മാറിയാൽ ഹിയർ വി ആർ ഹാവിങ് ഇ, ഹിയർ വി ആർ ഹാവിങ് ഡി. അപ്പം 1ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഈ പോയിൻ്റ്, അതായത് ഇ മാർക്ക് ചെയ്യാം. 2ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഡി മാർക്ക് ചെയ്യാം. അപ്പോൾ 2ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി നമുക്ക് ഡി മാർക്ക് ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് ഡി ആണല്ലോ. അപ്പോൾ ഡി ആയി. നെക്സ്റ്റ് ഇനി അടുത്ത എന്താണ്? 2 3 ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയാൽ സി മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ കൂടെ തന്നെ പോകും. ദിസ് ഈസ് പോയിൻറ്റ് സി. പിന്നെ 3 4ൽ ഇത്ര ഡിസ്റ്റൻസ് മാറിയാൽ നമുക്ക് ബി. ഫോറിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയ എ. ഇനി അടുത്ത 1ൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ എഫ് ഇറക്കിയ നമ്മളുടെ എഫ് ഇതിൽ കൂടെ പോകും. ഈ പോയിൻ്റ് ഇതിപ്പോൾ ഓരോ പടത്തിന് 2 പെൻസിൽ വെച്ചാവുമല്ലോ. എഫ് ആണല്ലോ. ഇനി നമുക്ക് അതെന്താ, അതെല്ലാം കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എ ഇപ്പോൾ പെൻസിൽ വെച്ച് കറക്റ്റ് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഹൈറ്റ് എത്ര? അതിന് ഇവിടെ നമ്മൾ ബോക്സ് വരയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഇവിടെ നിന്ന് ഹൈറ്റ് 40 ആണ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഡയഗണൽസ് വരച്ചാൽ മതി. അതുകൊണ്ട് റെക്റ്റാങ്കിൾ അല്ല, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം, എന്നാലേ പറ്റൂ. ഈ ചെറിയ റെക്റ്റാങ്കിൾ വരയ്ക്കുക, ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ജോയിൻ ചെയ്യുക. ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെൻറ്റർ കിട്ടും. ഈ സെൻറ്ററിൽ നിന്ന് എത്ര മില്ലിമീറ്റർ ഹൈറ്റ് വരുന്നത്? 40. അപ്പോൾ 40 മില്ലിമീറ്റർ ഹൈറ്റിൽ നമുക്ക് ചെയിൻ ലൈൻ ഡ്രോപ്പ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആക്സിസ്. ഈ പോയിൻറ്റിൽ O2
ഡാഷ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി എല്ലാ പോയിൻറ്റ്സും എന്തുമായിട്ട് കണക്ട് ചെയ്താൽ മതി? O2 ഡാഷുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഇതിൻ്റെ ബേസിലെ പോയിൻറ്റ്സ്. ഞാൻ അവസാനമേ ഡാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഡാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോട്ടഡ് ആക്കേണ്ട സാധനം ഡോട്ടാക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് കളയുന്നത്. എൻ്റെ പെൻസിൽ വളരെ വൃത്തിയായിട്ടൊരു പെൻസിലായതുകൊണ്ട് അത് ഇത്രയും വൃത്തിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി എനിക്ക് ഡാർക്ക് ആക്കേണ്ട സാധനം ഡാർക്ക് ആക്കണം, ഡാർക്ക് കണ്ടിന്യൂസ് ആക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ബേസിൽ നിന്ന് തുടങ്ങുന്നു. കാര്യം പെട്ടെന്ന് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തി ആയി പോകണ്ടേ, അപ്ലോഡ് ചെയ്യാക്കൂല, അതാണ് പ്രശ്നം. ഇനി ക്വാളിറ്റിയൊക്കെ കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഡാർക്ക് കണ്ടിന്യൂസ് ആവുന്ന സാധനം ഇവിടെയും വേണ്ട ഇതിൻ്റെ ഇതുവരെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി പിരമിഡിൻ്റെ ബാക്കി നോക്കാം. പിരമിഡ് ഫ്രണ്ടിലുള്ള പോർഷൻസ് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് എന്ത് ചെയ്തെടുക്കണം, ഡാർക്ക് കണ്ടിന്യൂസ് ആക്കി എടുക്കണം, അല്ലാതെ ബുദ്ധിമുട്ടാണ്. വേണ്ട ഇതിൻ്റെ ഇത് മൂന്ന് നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം, O2 ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ ഡാഷ് ഒന്നും ഇടണ്ട കേട്ടോ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാലും മതി, സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം ഇത് വേറൊരു കൈൻഡ് ഓഫ് വ്യൂ ആണ്. ഇനി ഇതിനപ്പുറത്തുള്ള എല്ലാം ഡോട്ടഡ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ട ഇതായാലും ഇവിടെ നിന്ന് വന്ന് ഇവിടെ വന്നങ്ങ് മറയും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് ഡോട്ടഡ് ഇടേണ്ടി വരും. നമ്മുടെ ഈ സ്ക്വയറിൻ്റെ ക്യൂബിൻ്റെ ടോപ്പ് സൈഡ് ഇവിടെ വന്ന് മറയും, നമ്മുടെ പിരമിഡ് മറയും. പിന്നെ ബാക്കി നമ്മൾ ഡോട്ടഡ് ഇടേണ്ടി വരും. പിന്നെ നമ്മുടെ പെൻറ്റഗൺ ആണെങ്കിൽ ഹെക്സഗൺ ആണെങ്കിൽ ഇതിനകത്തുള്ള പോർഷൻ ഇത് രണ്ടുപേരും ഡോട്ടഡ് ഇടേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഡോട്ടഡ് ഇടേണ്ടി വരും. പിന്നെ ഇത് ഡോട്ടഡാണ് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ മണ്ടയിൽ കൂടി ഇരിക്കുന്നുണ്ട്, അത് കാണത്തില്ല. പിന്നെ ഇവിടുത്തെ ഇന്നർ സൈഡിലെ എഡ്ജസ് എന്തിടേണ്ടി വരും, ഡോട്ടഡ് ഇടേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഇന്നർ സൈഡിലെ എഡ്ജസ് ഡോട്ടഡ് ഇടേണ്ടി. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാവൂ, പേന ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ എഡ്ജ്, ലാറ്ററൽ എഡ്ജും ഡോട്ടഡ് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സംഭവം. അപ്പോൾ ഒന്നിന് മണ്ടയ്ക്ക് ഒന്നിരിക്കുന്നതാണ്. ഇതിന് 3 ഉള്ളതൊക്കെ നമ്മൾ വരയ്ക്കാൻ പോവാം അടുത്തത്. അത് നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ പഠിച്ചതിന് ശേഷം 3 സോളിഡ്സ്, ഒന്നിന് മണ്ടയ്ക്ക് ഒന്ന്, അതിൻ്റെ മണ്ടയ്ക്ക് വേറൊന്നിരിക്കുന്നത്. അപ്പോൾ അത് വരച്ച് പഠിച്ചാലുള്ളൊരു ഉപയോഗം, നിങ്ങൾ ഒന്നിൻ്റെ മണ്ടയ്ക്ക് വേറൊന്ന് എങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് അങ്ങ് തറവാവും. അപ്പോൾ അതായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഐസോമെട്രിക് ആണ്, ഇത്തിരി സമയം എടുക്കും. അത് ആലോചിച്ച് വേണം എന്ത് ചെയ്യാനും, പഠിക്കാനും വീഡിയോ കാണാനും.